ഇനി ഭർത്താവിന് ഭയങ്കര തിരക്കാണ്, അയാൾ വീട്ടിൽ ഒരു ദിവസം ഉണ്ട്. എന്നാൽ ഈ നല്ല ഭാര്യയാണ് എന്ത് ചെയ്യണമെന്നറിയോ? ഭർത്താവ് പറയും നമുക്ക് ഇന്ന് വെളിയിൽ കുറച്ചേരേക്ക്, അത് വേണ്ട, നിങ്ങൾ ഇന്നൊരു ദിവസം വീട്ടിൽ വന്നാലേ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിൻ്റെ അടുത്ത് തിരിച്ചൊരു ഭാര്യ പറയുമ്പോൾ ആ ഭർത്താവ് ഓർക്കും, പടച്ചോനെ എന്തോ ഒരു സ്നേഹമാണ് അവർക്ക് എന്നോട് എന്നാ ഭർത്താവിനും തോന്നും. അപ്പൊ ഭാര്യമാരെന്ത് ചെയ്യണം? അവിടെ വന്ന് ഇരുന്നേ മതിയാവൂന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് വയ്യല്ലോ, നിങ്ങൾ ഇത്രയും വലിയ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നൊരു ദിവസം വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ വന്നിരുന്ന സമയങ്ങൾ നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളി, നിങ്ങൾ എന്നും രാത്രി വാതൊക്കെ പറഞ്ഞ് രാത്രി ഉറക്കമില്ലാത്ത ആളല്ലേ എന്ന് ഭാര്യ പറയുമ്പോൾ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായി. ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ഭാര്യ വാത് കേൾക്കണോണ്ടാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ ആ വീടുകളിലെ അവസ്ഥയേരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 മടം നീളമുള്ള 8 മടം വീതിയുള്ള ആകാശത്ത് മഴ പെയ്താല് തിമിർത്തുലിയുന്ന ചെറ്റപ്പുരക്കുള്ളിൽ സ്നേഹത്തിന്റെ ജാലകൾ തീർത്ത അല്ലാഹുവിന്റെ റസൂലും ഭാര്യമാരുടെയും ജീവിതത്തിന്റെ അവസ്ഥയേതാ. ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹ ഒരു നേരത്തെ ഭക്ഷണത്തിന് വീട്ടിലില്ലാതെ വന്നപ്പോ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നി കൊടുക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്താൻ മഹതിയായ സഫിയ റളിയല്ലാഹു തആല വീടിന്റെ മുറ്റത്തിരുന്നിട്ട് അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നി കൊടുക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നുന്നത് കാണവേ ഹബീബായ നബി തങ്ങളുടെ നെഞ്ചു പൊട്ടിപ്പോയി. സഫിയ റളിയല്ലാഹു അൻഹയോട് വിളിച്ചു, സഫിയ എന്താണ് നബിയെ? ഓ സഫിയ, ഈ കാണുന്ന ഉഹദ് പർവ്വതം നീ കണ്ടോ? സഫിയ കണ്ടു നബിയെ. ആ കാണുന്ന ഉഹദ് പർവ്വതം ഈ സ്വർണ്ണമലയാക്കി തരാമെന്ന് അള്ളാന്റെ മലക്കുകൾ എന്നോട് പറഞ്ഞതാണ് സഫിയ. ഞാൻ അള്ളാനോട് പറഞ്ഞു എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. സഫിയ, വേണമെങ്കിൽ ഉഹദ് പർവ്വതം അള്ളാഹു നമുക്ക് സ്വർണ്ണമായി തരുമായിരുന്നു. ഈ ദാരിദ്ര്യത്തെ ഞാൻ തെരഞ്ഞെടുത്തതാണ് പൊന്നുമോളെ എന്ന് സഫിയ റളിയല്ലാഹു അൻഹയോട് മനസ്സിൽ തറക്കുന്ന വാക്ക് പറയവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഫിയ റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹു നൽകിയ ഇതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തവതിയാണെന്ന് മഹാനായ മഹദിയായ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രതികരിച്ച ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പട്ടിണിയുടെ കാര്യം പറയുമ്പോ എനിക്ക് പ്രശ്നമില്ല മുത്തേ, എനിക്ക് നാളെ സ്വർഗത്തിൽ അങ്ങയുടെ ഭാര്യയായാൽ മതി എന്ന് പറഞ്ഞിട്ട് പട്ടിണി വന്നപ്പോ തന്റെ പട്ടിണി മറ്റൊരാളോട് പറയാതെ പരിഭവം പറയാതെ വീടിന്റെ ഉള്ളിലെ ഈത്തപ്പന മരത്തിന്റെ ഓലയോട് ചേർന്നിരുന്ന ഭാര്യ യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യവതി ആയിഷ റളിയല്ലാഹു തആലയാണ്. കാരണം ആയിഷ ബിവിയുടെ വീടേത് വീടെന്നറിയോ? മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞത് ആരുടെ വീടാണ്? പൊന്നുമോളെ ബൈത്തു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണത്. ആ വീടൊരു അടയാളമായി മാറി. ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ പരിമളമുള്ള 10,000 ആളുകളെ 2 റക്അത്ത് നിസ്കരിക്കാൻ കൊതിക്കുന്ന മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിലുള്ള സ്ഥലത്തിന്റെ അതിർത്തി ആരുടെ വീടാ? ആയിഷ ബീവിയുടെ വീടാണത്. ആയിഷ ബീവിയുടെ വീടിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂന്തോപ്പായി മാറുന്ന രീതി കടിയോപങ്ങള്. നമ്മുടെ വീടിന് 2 നില വീടാണ്, അത്യന്താധുനിക സൗകര്യങ്ങളുണ്ട്. പക്ഷേ സ്വർഗത്തിന്റെ ഒരു ശീതളിമയുണ്ടാവാ. ആ വീടിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയോ? ഏത് വീടാണത്? ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മസ്ജിദുൻ നബവി വിശാലമാക്കാൻ തീരുമാനിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മദീനത്തെ പള്ളിയുടെ ചുറ്റുമാണ് പ്രവാചകന്റെ വീടുള്ളത്.
ഖലീഫ അബ്ദുൽ മർവാൻ ബിൻ മലിക്കിന്റെ കാലഘട്ടത്തിൽ അബ്ദു മർവാന്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള അല്ലാഹുവിന്റെ റസൂലും ഭാര്യമാരും കിടന്നുറങ്ങിയ വീട് പൊളിക്കാൻ തീരുമാനിച്ചു. മഹാനായ താബിയായ ഒരു മഹാനായ മനുഷ്യൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആ സമയത്താണ് ഞാൻ മദീനക്കാർ മുഴുവനും വാവിട്ട് നിലവിളിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങിയ വീട് പൊളിക്കാനോ? മഹാനായ സഹാബത്ത് മുഴുവനും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കവേ ആ സഹാബികൾ പറഞ്ഞു, യാ വൈലത്താ, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങിയ വീട് പൊളിക്കുകയോ? പള്ളി വലുതാക്കാൻ വേണ്ടി വീടുകൾ പൊളിച്ചപ്പോ മഹാനായ സഹാബി രേഖപ്പെടുത്തുകയാണ്, ആ വീടുകളെങ്ങാനും പൊളിക്കാതിരുന്നുവെങ്കിൽ ഇന്നും മദീനയിലേക്ക് നമ്മൾ പോകുമ്പോ മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്ത് ഈത്തപ്പന മരത്തിന്റെ ഓല ചാരി വെച്ച 10 മടം നീളമുള്ള 8 മടം വീതിയുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലത്തറയിൽ വിരിച്ചിരുന്ന ആ കുടിലുകൾ ഇന്നും മുസ്ലിമീങ്ങൾക്ക് കാണാമായിരുന്നു. ആ വീടുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തിരുത്തലായി മാറുമായിരുന്നു. പക്ഷേ ആ പള്ളി മുഴുവനും ആ വീട് പൊളിച്ചു കളഞ്ഞല്ലോ. മദീന മുഴുവനും വാവിട്ട് നിലവിളിച്ചത് എല്ലാ പട്ടിണിയും പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത സഹാബത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ പൊളിക്കപ്പെട്ടപ്പോഴാ എന്റെ പ്രസംഗം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയമേറെ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ സമാധാനം വേണമോ? നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ സന്തോഷം ഉണ്ടാവണോ? എന്നാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഏതെന്നറിയോ? അള്ളാഹു നമ്മുടെ വീടുകളെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീടുകളെ നല്ല വീടുകളാക്കി നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനവരുടെ ഹദീസുകളെ മുഴുവനും വിശകലനം ചെയ്തുകൊണ്ട് മഹാന്മാര് നമ്മളോട് പറയുന്നുണ്ട്. അതിലാദ്യമുണ്ടാകേണ്ടത്, ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മഹാനായ അമീറുൽ മുഅ്മിനീൻ, എന്റെ വീട്ടിൽ വല്ലാതെ മനപ്രയാസമാണ്. ഏത് കച്ചവടം ചെയ്താലും ഞാൻ രക്ഷപ്പെടുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ വീട്ടിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും മനസ്സമാധാനമില്ല എന്ന് മഹാനവറുകളോട് പാവരാതി പറഞ്ഞപ്പോ മഹാനവറുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, പത്രേ നീ പൊട്ടിയ പേന കൊണ്ട് എഴുതാറുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം, നീ പൊട്ടിപ്പോയ പേന കൊണ്ട് എഴുതാറുണ്ടോ? ഇതൊക്കെ ചെയ്താൽ വീട്ടിൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇല്ല, ഞാൻ എഴുതാറില്ല. എന്നാൽ നീ വാതിൽപ്പടിയിൽ ചാരിയിരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. മഹാനവറുകൾ വീണ്ടും ചോദിച്ചു, നീ സുബഹിക്ക് ശേഷം കിടന്ന് ഉറങ്ങാറുണ്ടോ? ഇല്ല, ഞാൻ അവിടെ ഉറങ്ങാറില്ല. അവസാനം ഓരോ കാര്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കവേ അയാൾ ഇല്ല ഇല്ല എന്ന് മറുപടി പറയുമ്പോ അവസാനം അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. അതാണ് നിന്റെ വീട്ടിലുള്ളവർക്ക് മനപ്രയാസം ഉണ്ടാകാനുള്ള കാരണമെന്ത്? നിന്റെ മാതാപിതാക്കൾ വീടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ടരുത്, അവർക്ക് മാനസിക പ്രയാസം വരുത്തരുത്, അവർക്ക് മാനസിക ക്ലേശം വരുത്തരുത്. അതുകൊണ്ട് ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ വീടിന്റെ തൂണ് നമ്മുടെ ഭാര്യ ആയതുപോലെ നമ്മുടെ വീടിന്റെ വെളിച്ചം നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ നിങ്ങൾ മനസ്സ് ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത്. 2, പെട്ടെന്ന് ഞാൻ പറയാൻ, നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. രണ്ടാമത്
أن يحافظ على فرائض الله. ഫർളുകളായ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. നമസ്കാരം നിർവഹിക്കപ്പെടണം. ഫർളായ നമസ്കാരങ്ങൾ, ഫർളായ നോമ്പുകൾ, ഫർളായ സക്കാത്തുകൾ. നിസ്കാരം മാത്രമല്ല, സക്കാത്ത് കൃത്യമായി കൊടുക്കണം, ഫർളാണ്. റമളാനിലെ നോമ്പ് കൃത്യമായിട്ട് അനുഷ്ഠിക്കണം, ഫർളുകളാണ്. നമ്മുടെ വീടുകളിലെ നന്മകൾ ഉണ്ടാവണോ? അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മുടെ വീടിനെ ഏറ്റവും ബറക്കത്തുള്ള ഭവനമാക്കി തരുമാറാകട്ടെ. ആമീൻ പറയും. സമയായോ? പറഞ്ഞല്ലേ ആയില്ലേ? അതൊന്നും ഉറച്ചില്ല. പടച്ചോനെ, ഇത് ആരേലും പിള്ളേന് മുമ്പിൽ കൊണ്ട് വെക്കുമോ? ഇത് ഞാൻ അത് ഓർക്കില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. രണ്ടാമത്തെ, നമ്മുടെ വീടുകളിൽ ഐശ്വര്യം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വീട്ടുകാരുടെ മുഴുവൻ പരിശ്രമങ്ങളും മുഴുവൻ പ്രയത്നങ്ങളും ദുനിയാവിന് വേണ്ടി മാത്രമാണ്. ആ വീട്ടിലുള്ള ഒരാളും ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കാറില്ല. ആഖിറത്തിന്റെ കാര്യം വരുമ്പോ ഏത് സമയത്തും ഭാര്യയുടെയും ഭർത്താവിന്റെയും ചിന്ത അവിടെ സ്ഥലം വാങ്ങിക്കണം, ഇവിടെ സ്ഥലം വാങ്ങിക്കണം, അവിടെ വരുമാനം ഉണ്ടാക്കണം, ഇവിടെ വരുമാനം ഉണ്ടാക്കണം. അവര് നാട്ടിലെ പള്ളിക്ക് വേണ്ടി കൊടുക്കാറില്ല, അനാഥകളെ സഹായിക്കാറില്ല, അവരുടെ അയൽപക്കത്തുള്ള യതീമീങ്ങൾക്ക് വേണ്ടി ഒന്നും കൊടുക്കാറില്ല. ഏത് സമയത്തും അവരുടെ ചിന്ത ഈ നശ്വരമായ ദുനിയാവിന് വേണ്ടി നടക്കുന്നവരാണവർ. ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ വീട്ടിലെ ബറക്കത്തുണ്ടാവൂ. ഇതൊന്നും കബീർ ബാക്കവി പൈസ പിരിക്കാൻ പറയുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മായായ സക്കരിയ നബിയുടെ വീട്ടിലെ ബറക്കത്തുണ്ടാവാനുള്ള കാരണം ഏതെന്ന് ചോദിച്ചപ്പോ ഖുർആൻ പറഞ്ഞ കാരണം ഏതെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ. ഇന്നഹും സക്കരിയ നബിയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏത് നന്മയുണ്ടെങ്കിലും അവരാ നന്മയിലേക്ക് ഓടിച്ചെല്ലുന്നവരാ. അവര് താമസിക്കുന്ന മഹലിലെ പള്ളിയിൽ ഒരു ആവശ്യം വന്ന് ഖതീബ് പ്രഖ്യാപിച്ചു. അവര് രണ്ടുപേരും അവരെ കൊണ്ട് കഴിയുന്ന സഹായം അതിനു വേണ്ടി ചെയ്തു. അവിടെ ഒരു വാള് നടക്കുന്ന, അതിനുവേണ്ടി അവര് മത്സരിക്കാൻ തുടങ്ങി. ഇങ്ങനെ അള്ളാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാര് യോജിച്ചു നിന്നാൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ സക്കീനത്തും റഹ്മത്തും ഉണ്ടാകുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. മഹല്ലുകളിലൊക്കെ ചില വീടുണ്ട്, ചില നാടുകളിൽ ചില വീടുണ്ട്, 5 പൈസ പള്ളിക്കും കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. അവനവൻ തന്നെ തിന്നുക, അനുഭവിക്കുക. അവനെ കൊണ്ട് അവന് ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും ആഖിറത്തിന് വേണ്ടി കൊടുക്കാനുള്ള മനസ്സ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ വീടൊന്നും വലിയ വീടല്ല. 2, 3 എപ്പോഴും നമ്മുടെ വീടുകളിൽ ഖുർആനും ദിക്റും ഉണ്ടാവും. 3 ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ. മഹാന്മാർ പറയുന്ന ആ കാര്യങ്ങൾ 3 കാര്യങ്ങൾ. അതിൽ മൂന്നാമത്തത് എപ്പോഴും ദിക്റുകൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ കൃത്യമായി ദിക്ർ ചൊല്ലി നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ മാറും. ഉസ്താദെ, ദിക്ർ ചൊല്ലിയാൽ മാറുമോ? മാറും. മഹാനായ ഔഫ് ബിൻ മാലിക് അശ്ജഈ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബിയെ, എന്റെ മകനായ മാലിക് ബിൻ അശ്ജഈ എന്റെ ഏക മകനാണ്. അവൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പോയാലാണ് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവൂ. എന്റെ മകനെ കച്ചവടത്തിന് പോയ വഴിയിൽ ശത്രുക്കൾ പിടിച്ച് തടങ്കലിലാക്കി പൂട്ടി. നബിയെ, എന്റെ മകനില്ലാതെ എന്റെ വീട് പട്ടിണിയിലാണ്. മകനെ കാണാതെ ഉമ്മ കണ്ണീരിലുമാണ്. നബി, എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത പോംവഴി അതാ.
ഇപ്പൊ നമ്മുടെ മോൻ ജയിലിലായി, നമ്മൾ ആദ്യം കാണുന്ന എന്താ? വിദേശകാര്യ സഹമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുക, നാട്ടിലെ ആളുകളെ കിടപിടിപ്പിക്കുക. അതുകൊണ്ട് മാത്രമല്ല, അതൊക്കെ ചെയ്യണം. അതിന്റെ കൂടെ ആദ്യം എന്റെ മോൻ തടവിലായി നബിയെ, ജയിലിലായി പോയി, എന്ത് ചെയ്യണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിനോട്, ഔഫേ, നിന്റെ മകനെ തടവിലാക്കപ്പെട്ടെങ്കിൽ നീ പാതിരാത്രി നിന്റെ ഭാര്യയെയും നിന്റെ ബാക്കിയുള്ള പെൺമക്കളെയും ചാരത്തിരുത്തിയിട്ട് രാത്രി സമയത്ത് നിന്റെ വീട്ടിലിരുന്ന് നീ ദിക്ർ ചെയ്യുക. ഏത് ദിക്റാന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആധുനിക ലോകത്ത് പുരോഗമനത്തിന്റെ തള്ളിച്ചിട നടുവിലെ ആത്മീയതയുടെ പാഠങ്ങൾ മറന്നുപോയ അഭിനവകാല സമൂഹത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന് മദീന പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ പകർന്നു തരികയാണ്. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി പാതിരാ സമയത്ത് തന്റെ വീട്ടിലെ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വട്ടത്തിലിരുത്തി കൂട്ടിയിരുത്തിയിട്ട് അവര് പാതിരാത്രിയിൽ നിന്ന് ദിക്ർ ചെയ്യുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവും നിനക്ക് മാത്രമാണ് സഹോദരങ്ങളെ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. തന്നെ മകൻ തടവിലായപ്പോ വീട് പട്ടിണിയായിട്ട് ഉമ്മയുടെ കരച്ചില് കാണാൻ കഴിയാതെ, ഭാര്യയുടെ കരച്ചില് കാണാൻ കഴിയാതെ ഗൃഹനാഥനായ ഔഫ് റളിയല്ലാഹു തആല അൻഹു മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു രാത്രിയിൽ നിന്ന് ദിക്ർ ചെയ്തപ്പോ കിലോമീറ്ററുകൾ അകലെ തണങ്ങൽ പാളയത്തിന് ചങ്ങലക്കെട്ടില് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി. കിലോമീറ്ററുകൾ അപ്പുറത്ത് വീടിന്റെ ഉള്ളിലിരുന്നിട്ട് തന്റെ ഉമ്മയും വാപ്പയും സഹോദരിമാരും കൂടി ദിക്ർ ചൊല്ലുന്നു. ഇത് സഹിഹായ സംഭവമാണ്. ആ രാത്രിയിൽ തടങ്കലിൽ കിടന്ന മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരിയെ ബന്ധിച്ചിരുന്ന ചങ്ങല താനെ പൊട്ടിത്തെറിച്ചു. താനെ ചങ്ങലകൾ അഴിഞ്ഞ് താഴേക്ക് വീണു. ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി സ്വതന്ത്രനായി. നോക്കുമ്പോ യുദ്ധമായാരായ എതിരാളികൾ പാതിരാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. അവരുടെ 20 ഒട്ടക കൂട്ടങ്ങളെ ടെന്റിന് മുകളിൽ കെട്ടിയിട്ടുണ്ട്. രാത്രിയിലെ ദിക്റിന്റെ പവർ കൊണ്ട് ചങ്ങലക്കെട്ട് താനെ അടിഞ്ഞ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു എതിരാളികളുടെ 20 ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് യാത്രയായി. ആ കാലഘട്ടത്തിലെ നിയമം അനുസരിച്ചിട്ട് എതിരാളികളുടെ ഗനീമത്ത് സ്വത്ത് അവർക്ക് അവകാശപ്പെട്ടതാ. രാവിലെ ആകുമ്പോ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ഉപ്പയും ഉമ്മയും ദിക്ർ അവസാനിപ്പിച്ചുകൊണ്ട് നോക്കുമ്പോ, വാതിൽ തുറന്നു നോക്കുമ്പോ പ്രഭാതത്തിലെ തടവിലാക്കപ്പെട്ട മോൻ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിന് പരിഹാരമായി ഏറ്റവും വില കൂടിയ 20 ഒട്ടക കുട്ടികളും മുറ്റത്ത് നിൽക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും വന്നാല് പാതിരാത്രി നിന്റെ വീടിന്റെ അകത്തളത്തിലിരുന്നിട്ട് പടച്ചറപ്പിന്റെ ദിക്ർ ചെയ്താൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിനേക്കാൾ വലിയൊരു മരുന്ന് വേറെയില്ല, ഇതിനേക്കാൾ വലിയൊരു അഭയം വേറെയില്ല. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ അല്ലാഹുവിന്റെ ദിക്റുകൾ മുടങ്ങണം. ഏത് സമയത്തും പടച്ചറപ്പിനോടുള്ള സ്മരണയുണ്ടാവണം. പിശാച് നമ്മുടെ വീട്ടിൽ കയറില്ല. ആ വീടുകളിൽ ദിക്ർ ഉണ്ടായാൽ പിശാച് വീട്ടിൽ കയറുകയില്ല. ഒരിക്കലും നമ്മുടെ പിശാച് നമ്മുടെ മക്കളെ വഴിതെളിപ്പിക്കില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന സഹിഹായ ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇത് ഞാൻ പറയുന്നത് കുടുംബനാഥന്മാരോടാണ്. ഇദാ ദഖല റജുലുൻ ബൈതഹു, ഏതെങ്കിലും ഒരു പുരുഷൻ വൈകുന്നേരം വന്ന് തന്റെ വീട്ടിൽ കയറി, വദക്കറ സ്മല്ലാഹ്, കയറിയ ഉടനെ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞു. അവൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സന്ധ്യക്ക് വന്ന് വീട്ടിൽ കയറിയപ്പോ പടച്ചറപ്പിന്റെ പേരൊരു ദിക്ർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എന്നിട്ട് അയാൾ പോയി വസ്ത്രമടിച്ചു മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കുന്ന നേരത്തും അവൻ ദിക്ർ പറഞ്ഞു. വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴും ദിക്ർ പറഞ്ഞു. ഭക്ഷണം
കെടുക്കാ നേരത്തും ദിക്ർ പറഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്ന പിശാചിന്റെ നേതാവ് ആ വീട്ടിലെപ്പോഴും കടന്നുകൂടിയ പിശാചുക്കളോട് പറയും, ആ മനുഷ്യൻ ഇവിടെ കയറിയപ്പവൻ ദിക്ർ പറഞ്ഞു, ലാ മബീത ലക്കും വലാ അശാ, ലാ മബീത ലക്കും വലാ അശാ. ഇന്ന് നമുക്കിവിടെ കിടന്നിറങ്ങാൻ അനുമാനമില്ല, ഇന്നിവിടുത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് അനുമാനമില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊള്ളുക. ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സമയത്ത് പിശാച് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. രാത്രിയിൽ നമ്മുടെ പെൺമക്കൾ ഒളിച്ചോടില്ല, അവരെ പിശാച് വഴിപഠിപ്പിക്കില്ല. ഒരാൾ കയറിയ സമയത്ത് ദിക്ർ പറഞ്ഞില്ല, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദിക്ർ പറഞ്ഞാൽ പിശാച് വിളിച്ചു പറയും മബീതലക്കും, ഇന്ന് നമുക്ക് രാത്രിയിൽ ഇവിടെ താമസിക്കാം, പക്ഷേ വലാശാ, ഇന്നിവിടുത്തെ നമ്മുടെ രാത്രിയുടെ ഭക്ഷണം നമുക്കില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദിക്ർ പറഞ്ഞില്ലെങ്കിൽ പിശാചുക്കൾ ഭക്ഷണത്തിൽ പങ്കുചേരും. ഒരാൾ ഭാഗത്തോട്ട് കയറിയപ്പോ ദിക്ർ പറഞ്ഞു, പക്ഷേ ദിക്ർ പറഞ്ഞു, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്തെ ദിക്ർ പറഞ്ഞുള്ളൂ, കയറിയപ്പോ പറഞ്ഞില്ല. എന്നാ പറയും, ഇന്ന് നമുക്ക് ഇവിടുത്തെ ഭക്ഷണമുണ്ട്, രാത്രിയിൽ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ വീട്ടിലും ഏത് സമയത്തും പടച്ചറപ്പിന്റെ ദിക്ർ ഉണ്ടാവണം. അതുകൊണ്ടാണ് പഴയകാലത്ത് നമ്മുടെ ഉമ്മമാര് ഏത് സമയത്തും നമ്മുടെ വീട്ടിൽ ദിക്ർ ഉണ്ടായിരുന്നു. വീട്ടിലൊരു പ്രസവം നടന്നാല് 2 വർഷക്കാലത്തോളം താരാട്ട് പാടുമ്പോഴും ദിക്റുണ്ട്, കുട്ടിയെ താരാട്ട് പാടി ഉറക്കുമ്പോഴും ദിക്റുണ്ട്. നമ്മുടെ വീടുകളുടെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കു പെങ്ങളെ. വീട്ടിലൊരു പ്രസവം നടന്നാൽ പിന്നെ 2 വർഷക്കാലത്തോളം അവിടുത്തെ താരാട്ട് പോലും ദിക്റല്ലയോ. അലാ ഇലാഹ ഇല്ലല്ലാഹു അലാ ഇലാഹ ഇല്ലല്ലാഹ് അലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ ശൈശവ കാലഘട്ടത്തിൽ പാലൂറുന്ന സമയത്ത് തൊട്ടിലിൽ കിടക്കുമ്പോ നമ്മുടെ ചെവിയിലാദ്യം കേട്ട വാക്കേടാ, അലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊട്ടിലിൽ കിടന്ന് വളരുമ്പോ ഉമ്മാന്റെ മടിത്തൊട്ടിലിരുത്തിട്ട് മുലപ്പാല് കുടിച്ച പ്രായം കഴിഞ്ഞ് പറഞ്ഞാല് തിരിയുന്ന പ്രായമേത്തപ്പം നമ്മുടെയൊക്കെ ചെവിയിൽ കേട്ടത് സ്പൈഡർമാന്റെ കഥയല്ല, സൂപ്പർമാന്റെ കഥയല്ല, ഏതെങ്കിലും അതിഭാവുകത്വം നിറഞ്ഞ സീരിയലിന്റെ കഥയല്ല. പിന്നെ നമ്മുടെ ചെവിയിൽ നമ്മുടെ ഉമ്മമാര് പഴയകാലത്ത് നമ്മുടെ ചെവിയിൽ പറഞ്ഞു തന്ന സ്പൈഡർമാന്റെ കഥയല്ല. പിന്നെ നമ്മളോട് ചെവിയിൽ പറഞ്ഞു തന്ന കഥയടാ, വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ആരംഭ പുനനാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു അലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് പറ്റിപ്പോയി മുസ്ലിം സമുദായമേ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളെ ചെവിയിൽ പഠിപ്പിച്ചു തന്നത് ഈ പാട്ടുകളാണ്. പക്ഷേ ഇന്ന് നമ്മളത് ഉപയോഗിക്കുന്നത് എവിടെയാ? ഈ അടുത്ത സമയത്ത് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. ഏതോ പള്ളിയിൽ ഏതോ ഇല്ലാത്ത ഏതോ മക്ബറയുടെ കഥ പറഞ്ഞിട്ട് അവിടുത്തെ ഉറൂസിനെ ഒന്ന് ആനകളെ എഴുന്നള്ളിക്കുകയാ. ആരാണ് ആനയും അമ്പാരിയും വാദ്യമേളവും ഈ സമുദായത്തിന് നൽകിയതാരാ? സുന്നത്ത് ജമാഅത്തും അതുമായിട്ടെന്ത് ബന്ധമാണുള്ളത്? ഇസ്ലാമുമായിട്ടെന്ത് ബന്ധമാണുള്ളത്? ആരുടെയൊക്കെയോ കഥ പറഞ്ഞ് കുറെ ചെറുപ്പക്കാർക്ക് മദ്യക്കുപ്പി പൊട്ടിക്കാനും ഗാനമേളയ്ക്ക് തിമിർത്താടാനും ഓരോ വാണിഭ നേർച്ചയുടെ കഥ പറഞ്ഞിട്ട് ആനകൾക്ക് നെറ്റിപ്പട്ടം കടത്തിയിട്ട് അന്യ സമുദായത്തിന് ആഘോഷങ്ങളെ വിലക്കെടുത്തിയിട്ട് അവര് വീടുനോറും ആനയെ കൊണ്ടുപോവുകയാണ്. മുസ്ലിമീങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ആനയെ നിർത്തുന്നു, അതിന്റെ മുകളിൽ പച്ചപ്പെട്ടെടുത്തു കൊടുക്കുന്നു. അതിന്റെ പുറകിൽ കുറെ ആളുകൾ വെള്ളം തലപ്പാവ് കെട്ടിയവരുണ്ട്, കെട്ടാത്തവരുണ്ട്. വീട്ടിലെ പെണ്ണുങ്ങൾ വന്നിട്ട് ആരാധന പോലെ ആനയുടെ തുമ്പിക്കല്ലിൽ തൊട്ടുമുത്തിയിട്ട് അവരാനപ്പുറത്തേക്ക് കയറുകയാണ്. ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൗഹീദിന്റെ മന്ത്രം പറഞ്ഞു തന്ന ഔലിയാക്കളുടെ പേരിൽ ആഭാസകരമായ അനാവശ്യമായ അനാചാരങ്ങൾക്ക് പേക്കൂത്ത് കടത്തി ആനയെ കൊണ്ടുവന്ന് ആനയുടെ മുകളിൽ പച്ചപ്പെട്ടിട്ടിട്ട് ഇവര്
വീടുകളിലോട്ട് ആനയിച്ചു കൊണ്ടുപോകുമ്പോ എന്നെ വല്ലാതെ രസിപ്പിച്ചത് അവിടെയാണ്. അവര് പാടുന്ന പാട്ടേടാന്നറിയോ? ഇസ്ലാമിന്റെ തൗഹീദിന്റെ കടക്കല് കത്തിവെച്ചിട്ട് ആന എഴുന്നള്ളിപ്പിക്കുമ്പോ ഇവര് പാടുന്ന പാട്ടേടാ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂറു മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. പറയുന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയോ? ഹസ്ബി റബ്ബി ജല്ലല്ലാ, ഹസ്ബി റബ്ബി ജല്ലല്ലാ, ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. മാഫി ഖൽബി ഗൈറുല്ലാ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരുടെ ചിന്തയില്ല എന്ന് പാട്ടുപാടിയിട്ട് ആന എഴുന്നള്ളിപ്പ് നടക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരത്തെ ചാലിട്ട് തേക്കുന്ന, ചവിട്ടി തേപ്പിക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ, ആരാധനകളിൽ വൈകൃതങ്ങള് കടത്തി കൂട്ടിയവരെ അല്ലാഹുവിന്റെ മുമ്പിൽ പൊറുക്കപ്പെടില്ല. പറയുന്നതിന് അർത്ഥം പോലും അറിയാതെ ആഭാസങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയകാല നന്മയുടെ പാഠങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മിനെ പഠിപ്പിച്ചു കൊടുക്കണം. ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ ശ്മശാനം പോലെ നിശബ്ദമാക്കി കളയരുത്, ശ്മശാനം പോലെ നിങ്ങൾ നിശബ്ദമാക്കി കളയരുത്. ഒരു കാലഘട്ടത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ യാസീൻ ഓതിയില്ലെങ്കിൽ ഉമ്മ ഭക്ഷണം തരാതിരുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചു നടത്തിയാലല്ലാതെ 12 വയസ്സുകാരൻ അച്ഛനാകുന്ന ലോകത്ത്, 14 വയസ്സുകാരി അമ്മയാകുന്ന ലോകത്ത്, ലൈംഗികതയുടെ അതിപ്രസരത്തിലൂടെ മക്കള് ബാലകാലങ്ങളിലെ വഴിതെറ്റുന്ന കാലത്ത് വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, നമ്മുടെ മക്കളെ നമുക്ക് നല്ലവരായി തിരിച്ചു കിട്ടില്ലെന്ന് ഓരോ മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും ഇബാദത്തുകൾ കൊണ്ട് നിറയണം. 1-2 ഹദീസുകൾ കൂടി പറയട്ടെ. ആദരവായ റസൂലുള്ളാഹി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉംറ ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. ഉംറ ചെയ്തിട്ടുള്ളവർ മാഷാ അല്ലാഹ്, അല്ലാഹുവിനെയും ചെറിയ തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. അള്ളാഹു ചെയ്യാത്തവർക്ക് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ചെയ്യണോന്ന് ആഗ്രഹമുണ്ട്, ഉംറ ചെയ്യണോന്ന് ആഗ്രഹമുണ്ട? ആഗ്രഹമില്ലേ? ഇല്ലേ? പെണ്ണുങ്ങൾക്ക് ആഗ്രഹമുണ്ട? ഉണ്ടെങ്കിൽ ഏപ്രിൽ 23-ാം തീയതി ഞാൻ പോണുണ്ട്, എൻ്റെ കൂടെ വരി. ഞാനും ഭാര്യയും മക്കളും ഒക്കെ പോണുണ്ട്, ഇൻഷാ അല്ലാഹ് വരുന്നെങ്കിൽ വരി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വീട്ടിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ ഞാൻ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ആരെങ്കിലും ഒരാള് സുബഹി നമസ്കാരം കഴിഞ്ഞ്, ഒരാണാകട്ടെ പെണ്ണാകട്ടെ, സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ അതേ പടിയിരുന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി തസ്ബീഹിലായി കഴിഞ്ഞുകൂടി അവസാനം സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ 2 റക്അത്ത് ഇശ്റാഖ് നമസ്കാരം നിർവഹിച്ചാൽ, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ ഇശ്റാഖ് നമസ്കാരം നിർവഹിച്ചാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞു അതേ മുസല്ലയിൽ നിന്റെ വീട്ടിലിരുന്നിട്ട് ഇശ്റാഖ് നമസ്കരിച്ചുകൊണ്ട് നീ എഴുന്നേറ്റാൽ, അവൻ ഓരോ ദിവസവും ഉംറത്തിന് പൂർണ്ണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാ ആൾക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വീട്ടിൽ രാവിലെ നടക്കേണ്ടത് അതാണ്. ഇശ്റാഖ് വരെ എഴുന്നേക്കാതെ നിസ്കരിച്ചാൽ ഓരോ ദിവസവും ഉംറത്തിന് 3 പ്രാവശ്യം പറഞ്ഞു, പൂർണ്ണമായ 3 ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹുവിന് നൽകും. വീട്ടിൽ ഇരുന്നിട്ട് ഉംറ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ നമ്മുടെ വീടുകൾ ഇങ്ങനെ ആക്കിക്കൂടെ? അതിന് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം, എല്ലാം പറയാനുള്ള സമയം ചെയ്തുകൂടെ? ഇനി രണ്ടാമതൊരു പണിയും കൂടെ പറയാം. പെട്ടെന്ന്
നമുക്കെല്ലാവർക്കും വലിയ ആഗ്രഹമാണ് പെട്ടെന്ന് പൈസ കിട്ടണം, പെട്ടെന്ന് ലാഭം കിട്ടണം. പണ്ട് നിർമ്മാ സോപ്പിന്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ വിലയോ തുച്ഛം ഗുണമോ മെച്ചം. 1000 രൂപ മുടക്കിയാൽ 10,000 രൂപ തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ മുടക്കാതിരിക്കും. നീ ഇപ്പൊ 1000 രൂപ മുടക്ക്, ഇൻഷാ അല്ലാഹ് നിനക്കൊരു 10 ദിവസം കൊണ്ട് 10,000 രൂപ തിരിച്ചു കിട്ടും. ആ ബിസിനസ്സിൽ നമ്മൾ മുതൽ മുടക്കാതിരിക്കുവോ? ഇരിക്കുമോ? മനുഷ്യന്മാരിയ്ക്കുവോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉള്ളത് കൊണ്ടല്ലേ ശബരിനാഥൊക്കെ ജീവിച്ചത്. ശബരിനാഥിന്റെ കമ്പനിയുടെ പേരെന്താ? ടോട്ടൽ ഫോർ യു, മൊത്തം നിനക്കാണ്. ശബരിനാഥ് തന്റെ ചിട്ടിക്കമ്പനിക്കിട്ട പേര് നിങ്ങൾ നോക്കി, ടോട്ടൽ ഫോർ യു. അള്ളാണ് 30 മുസാവാണ് കിട്ടണത്, മൊത്തം നിങ്ങൾക്കാണ്, എനിക്ക് അള്ളാണൊന്നും വേണ്ട. അല്ലേ? ചില പേരുകൾ തന്നെ വർത്താനം പറയും. മുത്തൂറ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവച്ചാൽ മൊത്തം ഊറ്റിയെടുക്കുന്നു. പേരുകൾ തന്നെ ചിലപ്പോ അതിന്റെ സ്വഭാവം നമ്മളോട് പറയും. എന്ന് പറയണ മാതിരി ആ ഒരു സ്വഭാവം ഒരല്പനേരം കൊണ്ട് പെരും ലാഭം. ഒരിക്കൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യമാണ്. ഇവിടെ എല്ലായിടത്തും ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ വാതിന് വന്നിട്ടുണ്ട്. ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഹിസാബ് നിങ്ങൾക്കാണ്. കാരണം ഭർത്താവ് രാവിലെ ജോലിക്കും പോയി, മക്കൾ സ്കൂളിലും പോയി, പിന്നെ നിങ്ങൾക്കൊരു ജോലിയില്ല. അവിടെ ആകെയുള്ള ജോലി തലേ ദിവസം മീൻ പച്ച ചട്ടിയും കലമൊക്കെ തേച്ച് കഴുകി ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ തുണിയൊക്കെ ഒന്ന് അലക്കിയിട്ട് കുളിച്ച് ലൊഹറാകുമ്പോൾ തീരണ ജോലിയുള്ളൂ. അല്ലാത്ത ജോലി ഏതെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ല. ഉസ്താദെ കൊച്ചു മക്കളുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ ഒരു 4 മക്കൾ കൂടിക്കൊള്ളും. കാരണം 4 വയസ്സായാൽ പിന്നെ അവനെ സ്കൂളിൽ വിടാം. ജോലി ഉണ്ടെന്നേ പെണ്ണുങ്ങൾ അത് ദുനിയാവും വിടും. അവർ പറയും ഞങ്ങൾക്ക് ജോലി ഒഴിഞ്ഞ നേരമില്ല. ശരിയാണ്, ഇല്ല. സാധുക്കൾ പാവം, അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. എല്ലാ ദിവസവും ഒരേ ജോലി ചെയ്യുന്ന ആളുകളാണ് പെണ്ണുങ്ങൾ. എന്ന് അടുക്കളയില്ല, രാവിലെ എഴുന്നേൽക്കുക, ഇതൊരു യന്ത്രം പോലെ ജോലി ചെയ്യും. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പെണ്ണുങ്ങളെ വെളിയിലൊക്കെ കൊണ്ടുപോകണം. ഒന്ന് കൊണ്ടുപോയി മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി സമയമൊക്കെ ഉള്ള സമയത്ത് വല്ലപ്പോഴൊക്കെ ഒന്ന് കൊണ്ടുപോയി നേരെ പോയ റോയൽ ഫുഡ് കോർട്ടിൽ എവിടെയൊക്കെ കൊണ്ട് ചാപ്പാടൊക്കെ മേടിച്ചു കൊടുത്ത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചെയ്തിരിക്കണം. കാരണം എന്നും വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണമെന്ന് വാശി പിടിക്കരുത്. ഇന്നിപ്പോൾ 2-3 മാസം കൂടി പൈസയൊക്കെ ആയി, അന്ന് നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ടിസ്റ്റാണ്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നേ വരെ നമ്മൾ വീട്ടിൽ പോയി അവർ രാവിലെ ഒരു ജോലി ചെയ്യണം അടുക്കളയിൽ. നമ്മൾ വെറുതെ പോയി അടുക്കള ജോലി ചെയ്യണ സമയത്ത് മെല്ലെ ഒന്ന് അടുത്ത് ചെന്നിരുന്നിട്ട് ഒരു 3 മിനിറ്റ് അവൾ മിക്സിയിൽ ഇങ്ങനെ അരച്ചോണ്ടിരിക്കുകയാണ്. പോയി ഒന്നൊരു തൊണ്ടൊക്കെ കൊടുത്തു, രക്കിളൊക്കെ എടുത്ത് എന്തുണ്ടെന്നൊക്കെ ചോദിച്ചൊരു 3 മിനിറ്റ് അവളോട് സംസാരിച്ചാൽ മതി. അത്രയും നേരത്തെ മുഴുവൻ പരിഭവം ഉളങ്ങ് മറക്കും. ഒരു 5 മിനിറ്റ് ഇച്ച് തമാശയൊക്കെ പറഞ്ഞ് മെല്ലെ അങ്ങോട്ട് പോയാൽ പിന്നെ പാവം പ്രശ്നമൊന്നും ഇല്ല. അതുങ്ങൾക്കൊരു ഇത്തിരി മതി. ആ ഇത്തിരി കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നതാണ് പ്രശ്നം. ഇന്നേ വരെ രാത്രി നിന്നെ കാത്തിരിക്കുകയാണ് ഭാര്യ, നീ ഇത്തിരി വൈകിപ്പോയി. വന്ന് വാതിൽ തുറന്ന ഉടനെ നീ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അല്പം വൈകിപ്പോയി, സോറി. ഇന്നേ വരെ വീട്ടിൽ വൈകി എത്തിയതിന് നീ ഒരു ക്ഷമ പറഞ്ഞിട്ടുണ്ടോ അവളോട്? നിനക്കെപ്പോഴും ഏറ് പിടിച്ചിരിക്കുകയാണ് അവള്. എനിക്ക് ഊരുള്ള പോരും, അവളാരാ ചോദിക്കുക? അങ്ങനെയല്ല, എനിക്ക് സൗകര്യമുള്ള പോരും. ഞാനാണ്, അവള് പെണ്ണ്. ആ പുരുഷാധിപത്യം ഇസ്ലാമിലില്ല. നീ അവളോട് പറയണം, അവോ മുത്തേ നീ കാത്തിരുന്ന് ഉറക്കം വന്നു, സോറി കേട്ടോ ഞാൻ താമസിച്ചു. എന്നിട്ട് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ആ ഭക്ഷണം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കും. ഇവള് കസേരയിൽ പിടിച്ചിട്ട് ബാക്കിയിരിക്കും. കഴിച്ചോണ്ടിരിക്കുമ്പോ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ മോളെ ഭക്ഷണം അൽഹംദുലില്ലാ അടിപൊളി ടേസ്റ്റാണ്, മതി പറഞ്ഞിട്ടുണ്ടോ? ഇന്നേ വരെ അവളിങ്ങനെ നിൽക്കുമ്പോ പുറകീക്കടെ പോയിട്ട് അവളെ ചെവിയിൽ ഒരു ഉമ്മ ഇന്നേ വരെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാമുകിക്ക് കൊടുക്കേണ്ടല്ലോ ഉസ്താദെ, അല്ലട പഹയ, അത് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണ്. ഇന്നേ വരെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് ചില ടിസ്റ്റുകളാണ്. അള്ളാഹു നമുക്കതിനെ തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ രീതിയിൽ ജീവിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു സഹാബത്തിനെ യുദ്ധത്തിന് വിട്ടു. അവര് പോയ ഉടനെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ കൂമ്പാരങ്ങളുമായി തിരിച്ചു വന്നപ്പോ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ സമ്മാനവുമായി തിരിച്ചു വന്ന ഒരു സംഘത്തെ ഇതേവരെ ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ.
അപ്പോഴാണ് മുത്ത് റസൂല് പറഞ്ഞത്, സഹാബ, ഇതിനേക്കാൾ വേഗത്തിൽ, ഇതിനേക്കാൾ 10 ഇരട്ടി വില പിടിപ്പുള്ള അമൂല്യമായ രത്നങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബലായാ റസൂലല്ലാഹ്. ആരെങ്കിലും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു കുന്തത്തിന് അളവ് ഉയർന്നതിന് ശേഷം ആരെങ്കിലും ളുഹാ നമസ്കാരം നിർവഹിച്ചാൽ ഇതിനേക്കാൾ വലിയ സ്വർണ്ണ കൂമ്പാരങ്ങളുടെ പ്രതിഫലം അവൻ അല്ലാഹു നൽകുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ളുഹാ നിസ്കരിക്കുക, ജോലിയൊക്കെ ഒതുങ്ങി സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അളവ് മാറിക്കഴിഞ്ഞാൽ ളുഹായുടെ സമയമായി. അതേതാണ്ട് ളുഹറിന്റെ സമയത്തോടടുത്ത സമയം വരെ ഉണ്ട്. ആ സമയത്ത് 4 റക്അത്ത് നിസ്കരിക്കുക. വീട്ടിൽ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്. ആണുങ്ങൾ ആ സമയത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ ബഹുമാനരായ സയ്യിദ് അവറുകളുടെ വലിയൊരു ദുആ സമ്മേളനം നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ദുആയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ആരുടെ ദുആയാണ് അല്ലാഹു സ്വീകരിക്കുന്ന അറിയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഒരു കവർ ഈ സംഘാടകർ വിതരണം ചെയ്യുന്നുണ്ട്. നാളെ വരുമ്പോ ആ കവറിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ എഴുതി അതിനകത്ത് ഒരു സദക്കയുമായി നമ്മുടെ ഈ 50-ാം വാർഷികത്തിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. ആ കവർ സംഘാടകർ വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ അവരൊരു ബക്കറ്റുമായി വരികയും ചെയ്യും. ഒരു നല്ല സദക്ക ആ ബക്കറ്റിലിട്ട് നിങ്ങൾ എല്ലാവരും പരമാവധി സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ പറയും, കവർ കൊടുക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ മക്കളെ നല്ല രീതിയിൽ വളർത്തുക, ഭാര്യ എന്ന നെടുന്തൂണിനെ സംരക്ഷിക്കുക, അള്ളാഹുവിന്റെ ഖുർആന്റെ ആയാത്തുകൾ പാരായണം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടിനെ സക്കീനത്തിന്റെ സമാധാനത്തിന്റെ ഭവനമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ദുആയുടെ സമ്മേളനമാണ്. എന്താ പൂട്ടി ആരെന്നാണ് ഒരു വള. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം സഹോദരിമാര് സ്വർണ്ണ. ഒരാൾ എഴുന്നേക്കല്ലേ, പള്ളിപണിക്ക് വേണ്ടി പള്ളിപണി നടക്കുക. അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് നല്ല സഹോദരിമാർ ഒരു സ്വർണ്ണവള പള്ളിപണിക്ക് വേണ്ടി, മക്കളെ ഹാഫിളാവാൻ വേണ്ടി, ഈമാൻ കെട്ടി മരിക്കുന്നതിന് ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണവള അള്ളാഹു ഹാഫിളാക്കി തരട്ടെ. സഹോദരിമാരെ ഒരു കാര്യമോത്തോളിന് അള്ളാഹുവിന്റെ വലിയ ഫളിലാണ് നമ്മുടെ മക്കൾ. ഇന്നലെ ഞങ്ങളുടെയൊക്കെ വലിയ സുഹൃത്ത്, കേരളത്തിലെ അത്യുജ്വലനായ ഒരു പ്രഭാഷകനാണ് കടുവയിൽ ഷാജഹാൻ മൗലവി. അദ്ദേഹത്തിന്റെ മകൻ പേടയ്ക്കാപ്പള്ളി ജാമിയ ബജ്രയിൽ മുത്തല്ലിമാണ്. ഇന്നലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കുളിക്കാൻ ഇറങ്ങിയതാണ് കൂട്ടുകാരുടെ കൂടെ. ഒഴുക്കിൽ പെട്ടു. ആ 17 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. ഇന്ന് ആ മയ്യത്തുമായി കടുവാപ്പള്ളിയിൽ നടക്കുകയാണ്. ഞാൻ ആ മയ്യത്ത് സ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. പക്ഷെ അബൂട്ടിയുടെ മനസ്സുറക്കുമ്പോൾ, മുഖം കാണുമ്പോൾ ഇതിനകത്ത് പങ്കെടുക്കാതിരിക്കാനില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു ആത്മാർത്ഥ സുഹൃത്താണ് അദ്ദേഹം ജീവിതത്തിലേറെ കരഞ്ഞു പോയത് 10-17 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ ചേതനയേറ്റ് വിറങ്ങലിച്ച് കയ്യിൽ കിട്ടുമ്പോൾ ഒരു പിതാവിന്റെ മനസ്സ്, ഒരു ഉമ്മയുടെ മനസ്സ്. അള്ളാഹു നമ്മുടെ മക്കളെ ആപത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അള്ളാഹു ആപത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. സഹോദരിമാര് ഓരോ സ്വർണ്ണാഭരണം ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്യും. 23-ാം തീയതി ഞാൻ ഉംറക്ക് പോവാണ്. മദീനയിലെത്തുമ്പോഴും ഹറമിലെത്തുമ്പോഴും ദുആ. അല്ലാഹുവേ, ഈ സദസ്സിൽ ദുആ ചെയ്യാൻ നൽകിയ സഹോദരങ്ങൾ മക്കളെ ഹാഫിളാവാനും ഈമാൻ കിട്ടി മരിക്കാനും ഒരു സ്വർണ്ണവള അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ മക്കളെ നീ ഹാഫിളാക്കണേ അല്ലാഹ്. ഉപ്പാടെ ഉമ്മാടെ കൈപിടിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഹാഫിളാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, അവസാനം മരിക്കുന്ന നേരത്ത് സ്വർഗത്തിലെ ഭവനം കണ്ട് വഫാത്തായി പോയ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയെ പോലെ ഈമാൻ സലാമത്താക്കി ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ നാളെ ആ ഹാഫിളായ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് സ്വർഗത്തിലെത്താ ആ ഉമ്മക്ക് നീ അവസരം നൽകണേ അല്ലാ. ഈ സ്വർണ്ണാഭരണത്തിന് പകരം സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നൽകണേ അല്ലാ. ഒരു സഹോദരി ദുആ ചെയ്യാൻ സ്വർണ്ണക്കമ്മൽ, ഒരു സഹോദരി ദുആ ചെയ്യാൻ ഒരു ജോഡി കമ്മൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ഒരു സ്വർണ്ണമോതിരം. ഇന്ന് മരണപ്പെട്ടു പോയ ഈ മഹലിൽ 2 വയസ്സായ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ സദസ്സിലേക്ക് എത്തിയ മുഅ്മിനത്തുകളായ സഹോദരിമാര് അവരുടെ ശരീരത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ പലവിധ ആഗ്രഹങ്ങളാണ്. ഹബീബായ നബി തങ്ങളെ കനവിൽ കാണാൻ ആ സഹോദരിക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് സുറുമയിട്ടല്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി സ്വർണ്ണാഭരണ സദഖ ചെയ്ത ഈ സഹോദരിമാരുടെ ഓരോരുത്തരുടെയും മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ, പൊന്നുമക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയാല്, അവര് ജോലിക്ക് വേണ്ടി പോയാല് തിരിച്ചു വരുന്നത് വരെ നെഞ്ചിലെ തീയാണ് റബ്ബേ. ഈ സഹോദരിമാരുടെ പൊന്നുമക്കള് എല്ലാവിധ അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഹാഫിളീങ്ങളെ നിറക്കണേ അല്ലാ. സയ്യിദുനാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ അല്ലാഹു സ്വീകരിക്കട്ടെ. പള്ളിയുടെ കുറച്ച് മിനുക്കുപണികൾ കൂടി തീരാനുണ്ട്. സഹോദരങ്ങളൊക്കെ ഇന്നലെ സദഖ ചെയ്തവരുണ്ട്. ഇന്നും സഹോദരിമാർ ഓരോ സ്വർണ്ണാഭരണം ഞാൻ എൻ്റെ എല്ലാ സദസ്സിലും ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും എത്രയോ സഹോദരിമാര് സ്വർണ്ണാഭരണങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്രയോ സമയം അടുത്ത സമയത്ത് ദുബൈയിലെ അജ്മാനിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ച്, വളാഞ്ചേരിയിലുള്ളതാണ്, ഉസ്താദിന്റെ വാത് കേട്ടപ്പം ഒരു വലിയ ആഗ്രഹമാണ്, എനിക്ക് മഹർ കിട്ടിയ മാല ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യണം. ഭർത്താവിനോട് വെച്ചാൽ ഭർത്താവിനും പൊരുത്തവൻ ഒരു 5 പവന്റെ മാലയുണ്ട്, ഉസ്താദ് ഒന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുക, എൻ്റെ മഹർ കിട്ടിയ മാലയാണ്. വാത് കേട്ടിട്ട് കാസറ്റ് കേട്ടിട്ടുള്ള ഒരു സഹോദരിയുടെ ആഗ്രഹമാണ്. ഇങ്ങനെ ധാരാളം സഹോദരിമാർ അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ മക്കൾ ഹാഫിളീങ്ങളാവാൻ, നമ്മുടെ മക്കൾക്ക് ഒരു അപകടവും വരാതിരിക്കാൻ, നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ കാവലിലാവാൻ നിയ്യത്താക്കി ഇൻഷാ അല്ലാഹ് വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ കൊടുത്തു വിടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഭർത്താവിന്, ഉമ്മാക്ക്, വാപ്പാക്ക്, സഹോദരന് 5-ാം കൊല്ലം ഹജ്ജിന് പേര് കിട്ടിയിട്ടുണ്ട്, പക്ഷെ സുഖമില്ല, ദുആ ചെയ്യണം. അള്ളാഹുവരെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഹജ്ജിന് പോകാൻ കിട്ടിയ അവസരം അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയിലെത്താൻ, പരിശുദ്ധമായ ഹറമിലെത്താൻ അള്ളാഹുവേ നീ ആ സഹോദരിക്ക് എല്ലാവിധ ആഫിയത്തും നൽകണേ. അള്ളാഹുവേ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അള്ളാഹുവേ. ബിഹഖി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹബി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എൻ്റെ പ്രസംഗം ഈ വരുന്ന 19-ാം തീയതി വെളിയത്തുനാടാണ്, മെയ് 16-ാം തീയതി ആലുവ തോട്ടുമുഖത്താണ്. റമദാന് മുമ്പ് ഈ 2 പ്രസംഗങ്ങളാണ് ഇനി എറണാകുളം ജില്ലയിലുള്ളത്, വേറെ പ്രസംഗങ്ങളില്ല. ഈ വരുന്ന 19-ാം തീയതി വെളിയത്തുനാടും, ഈ വരുന്ന 19-ാം തീയതി വെളിയത്തുനാട്, ഈ വരുന്ന 4-ാം തീയതി മൂവാറ്റുപുഴ പേടയ്ക്കാപ്പള്ളി ബദരിയ ബഹുമാനനായ ഫരീദുദ്ദീൻ മൗലവി നവറല്ലാഹു മർക്കദഹു, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ അത്രയുണ്ട്. ഈ വരുന്ന 4-ാം തീയതി, ഏപ്രിൽ 4-ാം തീയതി പേടയ്ക്കാപ്പള്ളി ബദ്രി, 11-ാം തീയതി മൂവാറ്റുപുഴ ടൗണിൽ, 19-ാം തീയതി ആലുവ വെളിയത്തുനാട്, മെയ് 16-ാം തീയതി ആലുവ തോട്ടുമുഖം. 4 പരിപാടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഇത്രല്ലേ? എല്ലാ പരിപാടികളിലും എത്തുക, ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹലിന്റെ പരിപാലനം നിർവഹിക്കുന്ന ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, നേതൃത്വം നൽകുന്ന ബഹുമാനനായ ഇമാം അഷ്റഫ് ബാക്കവി, അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇൽമിന്റെ സിൽസില അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ.
ഇത്രയും നേരം ഇരുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തിന് നസീർ മൗലവി എന്നെ നാട്ടുകാരനും കൂടിയാണ്. 18 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മഹലിൽ വാളിന് പോകാൻ പോയത്. ഓർത്തിരുന്ന ആ ദീർഘകാല സൗഹൃദത്തിൻ്റെ പരിചയത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ പങ്കുവെച്ച അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സമയത്തൊക്കെ സുബൈ ബാങ്ക് വിളിക്കണവരെയൊക്കെ ഞാൻ വാള് പറഞ്ഞിട്ടുണ്ട്. ആ ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ അതൊന്നും ഇത്രയും തിരക്കൊന്നുമില്ല. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കൊച്ചു പയ്യൻ ഇറങ്ങുന്ന സമയത്ത്. ഇപ്പോഴേ പിന്നെ ഈ സമയമൊക്കെ വെക്കാറുള്ളൂ 3 മണിക്കൂറും 2.5 മണിക്കൂറൊക്കെ. അള്ളാഹു നമ്മുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ ബഹുമാനനായ സുഹൃത്ത് അബൂട്ടി, അദ്ദേഹവുമായിട്ടുള്ളൊരു പരിചയമാണ് ഇപ്പോഴും ഈ നാടുമായിട്ടുള്ള ഒരു വരവിനും ബന്ധത്തിനും ഒക്കെ കാരണമാകുന്നു. അള്ളാഹു സാലിഹായ സന്താനത്തെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ആഗ്രഹങ്ങളും റബ്ബ് സബലീകരിക്കട്ടെ. കുടുംബത്തിൽ മാതാപിതാക്കളിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരെ കബറിടം വിശാലമാക്കട്ടെ. ഇതിന് വോളണ്ടിയേഴ്സായി നടന്ന ചെറുപ്പക്കാർ, ഈ മഹലിൻ്റെ അംഗങ്ങൾ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ദുആ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 ദുആകൾ. ഒന്ന്, എൻ്റെ വന്ദ്യനായ ഗുരുനാഥൻ, ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന ഈ നന്മകളുടെ പുറകിലെ എൻ്റെ ഒരു വലിയ ഒരു ആത്മീയമായ സ്പർശനം, സാന്നിധ്യം, പൂന്തുറ ജാമിയ ഹിദായത്തുൽ ഇസ്ലാമിൻ്റെ 50 വർഷത്തോളം നയിച്ച ബഹുമാന്യനായ നൂറുൽ ഹിദായ PK കോയ മൗലാന നവറല്ലാഹു മർക്കദ മഹാനവരുകളുടെ ഭാര്യ ഇന്നലെ മെനിങ്ങാന്ന് മരണപ്പെട്ട് ഇന്നലെ കബറടക്കപ്പെട്ടു. പെട്ടെന്ന് പ്രഷർ കൂടി തലയിലെ ഞരമ്പ് പൊട്ടി. ആ പ്രിയപ്പെട്ട ഹാജറ എന്ന സഹോദരി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ താങ്ങും തണലുമായി, ആ കുടുംബത്തിന്റെ താങ്ങും മണലുമായിരുന്നു അവർ. കബറടക്കപ്പെട്ടു ഇന്നലെ. അള്ളാഹു മഹദിയുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇന്നലെ എന്നെയൊക്കെ പോലെ ഈ വഅദ് പറഞ്ഞും ഈ സമുദായത്തിന് നന്മ പറഞ്ഞു കൊടുത്ത് നടക്കുന്നതിൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട്, ആ മകനെ ഇന്ന് കടുവാപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ട്, തങ്ങളുടെ പൊന്നുമോനെ കബറടക്കിയിട്ട് ആ മാതാവിനും ഉമ്മയ്ക്കും ഇന്നെങ്ങനെയാണ് ആ വീട്ടിൽ ഉറങ്ങാൻ കഴിയും? ഇന്നലെ വരെ അവൻ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ അവൻ്റെ ഉമ്മ എന്ന വിളി കേട്ടിരുന്നു. ഇന്നലെ വരെ ഉപ്പ എന്ന് വിളിച്ചിരുന്നു. 18 വയസ്സ് 17 വയസ്സ് വളർത്തിക്കൊണ്ടുവന്ന ഒരു ആൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മാതാപിതാക്കൾ എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കുന്ന സമയം, വളർത്തി പൂവിട്ട് വരുന്ന സമയത്ത് ചേതനയേറ്റ് മൃതശരീരമായി കൈത്തണ്ടിൽ കിടന്ന് പിടയുന്ന മകന്റെ മുഖത്തോട്ട് കരയേണ്ടി വന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കടുവയിൽ ഷാജഹാൻ മൗലവി, അദ്ദേഹത്തിന്റെ ഭാര്യയും, അള്ളാഹുർക്ക് സബർ നൽകുമാറാകട്ടെ, ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖലായിൽ പൂർണ്ണമായി വിശ്വസിച്ച് അതിനെ, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഈമാൻ അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വാർത്തകളും നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകരുതേ അള്ളാഹുവേ.